രാജ്യത്തെ വിറപ്പിച്ച അഹമ്മദാബാദ് സ്ഫോടന പരമ്പരയിൽ 38 ഭീകരർക്ക് തൂക്കുകയർ. വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ പ്രത്യേക കോടതി വിധിച്ച വധശിക്ഷ ഗുജറാത്ത് ഹൈക്കോടതി ഇപ്പോൾ ശരിവെച്ചു എന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 11 പ്രതികളുടെ ശിക്ഷയും ഹൈക്കോടതി നിലനിർത്തി. വർഷങ്ങൾ നീണ്ടുനിന്ന പോരാട്ടത്തിനൊടുവിൽ ഉണ്ടായ വിധിയാകട്ടെ ഇപ്പോൾ വലിയ രീതിയിൽ ആ ഒരു ഭീകരവിരുദ്ധ പോരാട്ടത്തിന്റെ വിജയം കൂടിയായി കണക്കാക്കുന്നത്. ഒന്നും രണ്ടുമില്ല, 18 കൊല്ലത്തോളം അതിനുള്ള കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ ഭീകരർക്കെതിരെ ഇപ്പോൾ ഇത്തരത്തിൽ അവരെ ഭൂമിയിൽ നിന്നും എന്നേക്കുമായി തന്നെ പറഞ്ഞയക്കാനുള്ള വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അന്ന് ജീവൻ പൊലിഞ്ഞവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുന്ന തീരുമാനം തന്നെയാണ് ഇപ്പോൾ കോടതി വിധിയിലൂടെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ഇനി ഈ ഒരു ഭീകരന്മാരിൽ ആരും പുറം ലോകം കാണില്ല എന്ന് മാത്രമല്ല, പുറത്ത് കറങ്ങുന്ന ഭീകരന്മാർക്ക് അന്തകനായി തന്നെ അജ്ഞാതൻ വട്ടമിട്ട് അവിടെ ചുറ്റും തന്നെ പാകിസ്ഥാനായാലും ഇനി ഏത് ഭീകര സംഘടനകൾ ഒളിഞ്ഞിരിക്കുന്ന കേന്ദ്രമാണെങ്കിൽ പോലും അവിടെ ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകിയിരിക്കുന്നത്. 2008 ജൂലൈ 26 അഹമ്മദാബാദിൽ ഏതാനും മിനിറ്റുകളുടെ ഇടവേളകളിൽ നടന്ന സ്ഫോടനങ്ങളിൽ 56 പേർ കൊല്ലപ്പെടുകയും 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആശുപത്രികൾ, ബസ്സുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു സ്ഫോടനം നടത്തിയത്. ഇസ്ലാമിക ഭീകര സംഘടനയായ ഹഖ്തർ ജിഹാദ് അൽ ഇസ്ലാമി ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തതാണ്. 2022 പ്രത്യേക കോടതി 49 പ്രതികളെ കുറ്റക്കാരായി തന്നെ കണ്ടെത്തുകയായിരുന്നു. ഇതിൽ 38 പേർക്കാണ് ഇപ്പോൾ വധശിക്ഷയും 11 പേർക്ക് ജീവപര്യന്തം തടവും വിധിച്ചത്. ആ വിധിക്കെതിരായ അപ്പീലുകളും വധശിക്ഷ ശരിവെക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഹർജിയും പരിഗണിച്ചാണ് ഹൈക്കോടതി വിധി പ്രസ്താവിച്ചത്. നിയമപ്രകാരം ഇവിടെ സെഷൻസ് കോടതി വിധിക്കുന്ന വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ച ശേഷമാണ് ഇത് നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട 56 പേരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതവും പരിക്കേറ്റ 200-ലധികം പേർക്ക് 1 ലക്ഷം രൂപ വീതവും നഷ്ടപരിഹാരം നൽകുവാനും അന്ന് കോടതി വിധിച്ചിരുന്നു. നിരോധിത സംഘടനയായ ഇന്ത്യൻ മുജാഹിദീൻ, സിമി എന്നിവയുമായുള്ള ബന്ധം ഉൾപ്പെടെ തന്നെ നിരവധി തെളിവുകൾ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. 35 FIR-കൾ, അവിടെ ആയിരക്കണക്കിന് രേഖകൾ, 100 കണക്കിന് സാക്ഷിമൊഴികൾ എന്നിവ പരിശോധിച്ച ശേഷമാണ് കോടതി വിധി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, കേസിൽ 85 പേരാണ് ഗുജറാത്ത് പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഇതിൽ 78 പ്രതികൾക്കെതിരെയാണ് വിചാരണ ആരംഭിച്ചത്. ഇതിനിടെ തന്നെ ഒരു പ്രതിയാകട്ടെ മാപ്പുസാക്ഷിയായി. കൊലപാതകം, ക്രിമിനൽ, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾക്ക് പുറമെ തന്നെ UAPA നിയമപ്രകാരമുള്ള കുറ്റങ്ങളും പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നു. വിചാരണ നടക്കുന്നതിനിടെ തന്നെ 2013 പ്രതികളിൽ ചിലരാകട്ടെ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. തുരങ്കം നിർമ്മിച്ചാണ് പ്രതികൾ അന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയതെന്നതാണ് അന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. അതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ ഏകദേശം 2026 വരുമ്പോൾ ഇതിൽ 38 ഭീകരന്മാർക്കെതിരെ അവരുടെ വധശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള ഗുജറാത്ത് ഹൈക്കോടതിയുടെ ആ ഒരു വിധി പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.